Hello all, welcome back to my channel, Lost in Literature. So, നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് Buffalo Bill by E.E. Cummings. So, E.E. Cummings, Edward Estlin Cummings, ആള് ഒരു അമേരിക്കൻ ഫേമസ് ആയിട്ടുള്ളൊരു പോയിറ്റാണ്. റോബർട്ട് ഫ്രോസ്റ്റിനെ പോലെ തന്നെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു പോയിറ്റാണ് ആള്. ആൻഡ് ഈ E.E. എന്ന് പറയുന്നത് ക്യാപിറ്റൽ E അല്ല, സ്മോൾ E ആണ് ആൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് ആളുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ആൾ എഴുതുന്ന പോയട്രി കുറച്ച് ടൈപ്പോഗ്രഫി അങ്ങനത്തെ പോയട്രീസ് ആയിരിക്കും. അത് കാണുമ്പോൾ നമുക്ക് ഇപ്പോൾ ഈ ബഫലോ ബിൽ തന്നെ ഒരു ഗണ്ണിൻ്റെ ഒരു രൂപത്തിലായിരിക്കും അത് എഴുതിയിട്ടുണ്ടാവുക. ആൻഡ് അപ്പോൾ ആ ഒരു ലിറ്റററി ട്രഡീഷനെയൊക്കെ ബ്രേക്ക് ചെയ്ത കൺവെൻഷൻ, എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കൺവെൻഷനെയൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് ആളുടേതായ ഒരു സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ്, ക്രിയേറ്റീവ് എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ് E.E. കമ്മിങ്സ്. ആളുടെ മേജർ കൈൻഡ് ഓഫ് തീംസ് എന്ന് പറയുന്നത് ഈ ഐ എന്ന് പറയുന്ന ഒരു ലെറ്റർ ആൾ സ്മോൾ ലെറ്ററിലാണ്, ലോവർ കേസിലാണ് കൊടുക്കാറുള്ളത്. കാരണം ആ ഒരു എന്താ പറയുക, പോയറ്റിൻ്റെ പേഴ്സ്പെക്റ്റീവിലുള്ളത് മാത്രം എന്നുള്ളൊരു ഐഡിയോളജി വരാതെ ഇവിടെ സബ്ജക്റ്റീവായിട്ടുള്ള പേഴ്സ്പെക്ഷനൊന്നും ഒരു സിഗ്നിഫിക്കൻസ് ഇല്ല, അതായിരിക്കും അതുകൊണ്ട് സിഗ്നിഫൈ ചെയ്യുന്നത്. ഓർ അത് ആ ഒരു ഇൻഡിവിജ്വാലിറ്റീനെ എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു പേഴ്സൻ്റെ സ്ട്രഗിൾ അതായിരിക്കാം അവിടെ കാണിക്കുന്നുണ്ടാവുക. ഓക്കെ, പിന്നെ നമുക്ക് ആളുടെ വർക്കിൽ കാണാൻ പറ്റുന്ന വേറൊരു കാര്യം പറയുന്നത് ഇസ് ലാക്ക് ഓഫ് പങ്ക്ച്വേഷൻ. അതല്ലെങ്കിൽ പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ക്യാപിറ്റലൈസേഷൻ ചെയ്യാത്തത്, റെബലിയൻ അഗെയിൻസ്റ്റ് ദ റൂൾസ് ഓഫ് ക്യാപിറ്റലൈസേഷൻ, ഈവൻ എക്സ്പെരിമെൻറ്റേഷൻ വിത്ത് സ്പേസിംഗ് ബിറ്റ്വീൻ വേർഡ്സ്, ഓൾ സെർവ് ടു ലെൻഡ് ഹിസ് പോയട്രി ആൻഡ് എക്സ്പെരിമെൻ്റൽ ക്വാളിറ്റി. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് റൈറ്റിംഗ് ആണ് ആളുടെ ഉണ്ടാവുന്നത്. ആൻഡ് ഹി ഫീൽസ് ഫ്രീ ടു ക്രിയേറ്റ് വേർഡ്സ് വെൻ നൺ എക്സിറ്റ്സ് ദാറ്റ് പ്രോപ്പർലി കൺവേസ് ഹിസ് മീനിങ്. ആളായിട്ട് തന്നെ വേർഡ്സ് ഉണ്ടാക്കും. സോ അങ്ങനെ ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് റൈറ്റർ ആണ് E.E. കമ്മിങ്സ്. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു തീമാണ് ഫെയിം, വിറ്റ്സ് ദ മെയിൻ സബ്ജക്റ്റ് ഓഫ് കമ്മിങ്സ് പോവും ബഫലോ ബിൽ. അപ്പോൾ ഇതിനകത്ത് ആ ബഫലോ ബിൽ എന്ന് പറയുന്നത് ഒരാളുടെ നിക് നെയിം ആയിരുന്നല്ലോ, ആ ആൾക്കുണ്ടായിരുന്ന ഫെയിം, അത്രയും ഫെയിം ഉണ്ടായിരുന്ന ആ ഒരു ബഫലോ ബിൽ എന്ന് പറയുന്ന ആൾ ഇപ്പോൾ ഒരു ഡിഫെക്റ്റ് ആണ്. ഹീസ് നോട്ട് ഡിഫെക്റ്റ്, ഹീ ജസ്റ്റ് നിയർലി എന്താ ആ പ്രൊവൈസൊക്കെ ആളുടെ പോയി. ദാറ്റ് ഡസ് നോട്ട് വർക്ക് എനിമോർ എന്നാണ് ഈ ഡിഫെക്റ്റിൻ്റെ മീനിങ്. അപ്പോൾ ആ ഒരു പ്രൊഫസൊന്നും ഇപ്പോൾ ഈ വേർഡിനില്ല. അന്ന് ഭയങ്കര ഫെയിമിലുണ്ടായിരുന്ന ആൾ ഇപ്പോൾ അങ്ങനെയൊന്നും ആയിരുന്നില്ല എന്നൊക്കെയാണ് അവിടെ അത് കാണിക്കുന്നത്. സോ അവിടെ ആ ഒരു ഫെയിം ഉണ്ടായിരുന്ന ഒരാളെയാണ് കാണിക്കുന്നത്. അമേരിക്കൻ വൈൽഡ് വെസ്റ്റ് എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ തുടക്കമിട്ട് അല്ലെങ്കിൽ അതൊക്കെ ഫേമസ് ആക്കിയിട്ടുള്ളായിരുന്ന ഒരാളാണ് ഈ ബഫലോ ബിൽ എന്ന് പറയുന്നത്. ഹി വാസ് എ ഒറിജിനൽ റിയൽ കൗബോയ് ആൻഡ് എ സ്കൗട്ട്, but he soon recognized the value of capitalizing on the romanticized idea of the wild west for his own gain. അപ്പം ഈ ഒരു മറ്റേ കൗബോയ്സ് എന്ന് പറയുന്ന സംഭവത്തിനെ റൊമാൻറ്റിസൈസ്, അത് ഭയങ്കര ഒരു വികാരമായ ഒരു കാലം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആൾക്ക് ബെനിഫിറ്റ് ആവുമെന്ന് മനസ്സിലായിട്ട് അങ്ങനെ അതിലോട്ട് പോയതാണ്. മൾട്ടിപ്പിൾ സ്റ്റേജ് ഷോസും ട്രാവലിംഗ് സർക്കസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു ആർക്കിടൈപ്പൽ കൗബോയ് ആയി ആൾ മാറുകയായിരുന്നു. പിന്നെ ഒരു ഹാൻഡ്സം ഫേസ് ആണ് ആൾക്കുള്ളതെന്ന് നമുക്ക് പറയുന്നുണ്ട് ഈ പോത്തിൽ. ആൻഡ് മൾട്ടിപ്പിൾ പീജൻസിനെ ഒരു ഒറ്റ ഷോട്ടിൽ കൊല്ലും എന്നൊക്കെ പറയുന്ന ആ ഒരു എബിലിറ്റി, ഇതെല്ലാം ആളുടെ ഫെയിം, ആളുടെ ആ ട്രിക്സ്, ആളുടെ ആ ഷോമാൻഷിപ്പ് ഒക്കെയാണ് കാണിക്കുന്നത്. ഓക്കെ, while it is important for a celebrity to be famous, this is not something that necessary for real cowboy. ഫേമസ് ആവാൻ ഷോമാൻഷിപ്പാണ് അവിടെ. ശരിക്കും ഒരു കൗബോയ് എന്ന് പറയുന്ന വ്യക്തിക്ക് ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പം ഫെയിം എന്ന് പറയുന്നത് സൂപ്പർഫിഷ്യൽ ആണ് എന്നുള്ള ഒരു തീം നമുക്കിവിടെ കാണാൻ പറ്റും, ഈവൻ വെൻ ഇറ്റ് എൻജോയ്സ്. ഓക്കെ, സോ ഫെയിം എന്ന് പറയുന്നത് എഫീമെറൽ ആണ് എന്ന് പറയുന്നുണ്ട്. ആൻഡ് എല്ലാ കാലവും ഈ ഫെയിം നിൽക്കില്ല. അപ്പോൾ ഇവിടെ ബഫലോ ബിൽ ഇവിടെ എന്താണ്, ഇപ്പോൾ ഡിഫെക്റ്റ് ആണ്. ബിക്കോസ് ആൾ മരിച്ചു, നോട്ട് ബിക്കോസ് ഓഫ് ഹിസ് ഡെത്ത്, ബട്ട് ഓൾസോ ബിക്കോസ് ഹി ഹാസ് ലോസ്റ്റ് ദ റെലവൻസ് ആസ് എ ഫേമസ് പേഴ്സൺ ദാറ്റ് ഹി വൺസ് വാസ്. അപ്പോൾ ടൈം അത് എല്ലാത്തിനെയും മാറ്റും. ഓക്കെ, അപ്പം ഈ പോത്തിൻ്റെ അവസാനമൊക്കെ ചോദിക്കുന്നത് ഇത്രയും എന്താ പറയുക, ഇങ്ങനെ ഉണ്ടായിരുന്ന ഒരാൾ ആളെക്കുറിച്ച് ഡെത്ത് എന്തായിരിക്കും വിചാരിച്ചിട്ടുണ്ടാവുക, ഇങ്ങനത്തെ ഒരാളെക്കുറിച്ച്. ഈ ഒരു ഡെഡായിട്ടുള്ള ആൾക്കാരുടെ റെലത്തിൽ ആൾ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിരിക്കും ഈ ജീവിച്ചിരുന്ന കാലത്ത് ഇമ്പോർട്ടൻ്റ് ആയിരുന്ന പോലെ, അതോ അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിരിക്കും അവിടെ ഡെത്ത് എന്തായിരിക്കും ആളെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടാവുക, ചിന്തിച്ചിട്ടുണ്ടാവുക എന്നൊക്കെയുള്ള ക്വസ്റ്റ്യനിലാണ് ഈ പോം എൻഡ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഫെയിമിൻ്റെ കൂടെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന അനദർ തീമാണ് ഡെത്ത്. ഡെത്ത് എന്ന് പറയുന്ന ഇസ് ദി ഐഡിയ, കൈൻഡ് ഓഫ് എ സെൻട്രൽ ഐഡിയ. മിസ്റ്റർ ഡെത്ത് എന്ന് പറഞ്ഞിട്ടാണ് നമുക്കിവിടെ കാണുന്നത്. ഫെയിം ഫ്ലീറ്റിംഗ് ആണെങ്കിൽ
ലൈഫും അതേപോലെ തന്നെയാണ്. ദെൻ ലൈഫ് ഈസ് ഈവൻ മോർ സോ. ആൻഡ് ഇവിടെ കമ്മിങ്സ് ഡെത്തിനെ പേഴ്സോണിഫൈ ചെയ്യുന്നുണ്ട്, അഡ്രസ്സിങ് ഹിം ഡയറക്ട്ലി ആസ് മിസ്റ്റർ ഡെത്ത്. സോ ആ ഒരു സ്പീക്കർ അത്രയും നേരം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് പെട്ടെന്നൊരു ഷിഫ്റ്റാണ് നമുക്ക് ആ മിസ്റ്റർ ഡെത്തിൻ്റെ ആ ഭാഗം വരുമ്പോൾ കാണുന്നുണ്ട്. ഇത്രയും നേരം അഡ്രസ്സ് ചെയ്തിട്ടുണ്ടായിരുന്ന റീഡേഴ്സിനെ ആയിരുന്നു. ഇവിടെ ഇപ്പോൾ എന്താണ് ഡെത്തിന് മിസ്റ്റർ ഡെത്ത് എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ എന്താണ് സജസ്റ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെത്ത് ഇസ് എവർ പ്രസൻറ്റ്. അത് അവിടെ തന്നെ ഉണ്ട്, അത് എവിടെയും പോയിട്ടൊന്നുമില്ല. അത് ടൈം ആകുമ്പോൾ വേണ്ടവരെ അങ്ങോട്ട് കൊണ്ടുപോയിക്കോളും. ആൻഡ് ഡെത്ത് ഹാസ് ബീൻ ലിസണിങ് ടു എവറിത്തിങ് ഓൾ എലോങ്. അപ്പോൾ ഈ ഒരു ടെക്നിക്കിലൂടെ ആൾ കാണിക്കുന്നതായിരുന്നു ഐഡിയ ഓഫ് ഡെത്ത് ക്യാൻ അപ്പിയർ അറ്റ് എനി ടൈം എന്നൊരു സംഭവമാണ്. ഇറ്റ് ഈസ് അൺഎക്സ്പെക്റ്റഡ്, ഇറ്റ് ഡസ് നോട്ട് ഒബേ ഹ്യൂമൻ ലോസ് ആൻഡ് ക്യാൻ കം ഫോർ എനി വൺ, ഈവൻ ഫോർ ദ ഫേമസ് വൺ. ഓക്കെ. Now the poem, ഈ poem Buffalo Bill എന്ന് പറയുന്നത് is kind of most straightforward in the meaning. എല്ലാ ആളുടെ പോയിട്രി പോലെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്യാപിറ്റലൈസേഷൻ റിജക്ട് ചെയ്തിട്ടുണ്ട്, അൺയൂഷ്വൽ പങ്ക്ച്വേഷൻസ് ഉണ്ട്. അപ്പം യൂഷ്വൽ ആളുടെ കൈൻഡ് ഓഫ് പോം തന്നെ. ആൻഡ് ദ പോം പ്ലേസ് വിത്ത് മോർ ദൻ വൺ പോസിബിലിറ്റി ഓഫ് മീനിങ് ആൻഡ് ആറ്റിറ്റ്യൂഡ് ഓഫ് ദ പോയറ്റ് ടുവേർഡ്സ് ദ സബ്ജക്ട്. ഓക്കെ, അപ്പോൾ ഒരു ഒറ്റ മീനിങ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓരോ വേർഡ്സ് അല്ലെങ്കിൽ ഇത് ഒരു ബ്രേക്ക് ചെയ്തിട്ടാണല്ലോ. അപ്പോൾ ഓരോന്നിനും ഉള്ളിൽ ഒരുപാട് മീനിങ് ഉണ്ട് എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ. ആൻഡ് the poem is an expression of respect towards the heroic personality of the man. But if we read the poem critically, we sense that the poet is satirizing the traditional heroism of killing the harmless animals with guns ഫ്രം എ ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് അത് തോന്നുമ്പോൾ ആളെ ഇങ്ങനെ പൊക്കി എഴുതിക്കാന്ന് നമുക്ക് തോന്നും. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഒന്നും കൂടെ നമ്മൾ നോക്കുമ്പോഴാണ് അതൊരു സെറ്റാരിക്കൽ വർക്കാണ്. വെറുതെ ഒരുപാട് ആനിമൽസിനെ കൊന്ന ഒരാൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ളൊരു സെറ്റാരിക്കൽ വർക്കാണിത്. ഓക്കെ. ആൻഡ് ഈ ബഫലോ ബിൽ എന്ന് പറയുന്ന ടൈറ്റിൽ അത് ഒരു എന്താ പറയുക റിലേറ്റഡ് ടു ദ പോം ഇറ്റ് സെൽഫ് ആണ്. ദെൻ ഈ ഒരു പോം ഇസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓൺ മൊറാലിറ്റി ആൻഡ് ദി എഫീമറൽ നേച്ചർ ഓഫ് ഫെയിം. ഫെയിം ഒക്കെ ഭയങ്കര ഫ്ലീറ്റിംഗ് ആണ്, അതൊക്കെ പെട്ടെന്ന് മാഞ്ഞു പോകും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് കാണാൻ പറ്റുന്നത്. ആൻഡ് ആ കൗബോയ് ആയിട്ടുള്ള ബഫലോ ബിൽ ഹു ഡൈഡ് ഇൻ 1916 ആൾക്കൊരു ട്രിബ്യൂട്ടായിട്ടാണ് ഈ ഒരു പോം എഴുതിയിട്ടുള്ളത്. ഓക്കെ, സോ നൗ ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് ദ പോം. ബഫലോ ബിൽ ആൾ ഡിഫൻറ്റ് ആണെന്നാണ് പറയുന്നത്. ഈ ബഫലോ ബിൽ ആരായിരുന്നു? ഈ ബഫലോ ബിൽ എന്ന് പറയുന്ന പേര് ഇറ്റ് വാസ് എ നിക്നെയിം ഗിവൺ ടു ആൻ ആക്ച്വൽ കൗബോയ് ഹീറോ ഓഫ് അമേരിക്ക കോൾഡ് ഓർ നെയിംഡ് വില്യം കോഡി. ആളൊരു അമേരിക്കൻ സോൾജർ ആയിരുന്നു, ഒരു ആക്ച്വൽ കൗബോയ് എന്നല്ല, ബട്ട് ഹി വാസ് എ ഹണ്ടർ ആൻഡ് ലേറ്റർ ഒരു ഷോമാൻ ആയിട്ട് മാറുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ആള് ഈ വൈൽഡ് വെസ്റ്റ് ഷോ ഒക്കെ അതിനൊക്കെ പോയി അതിന് മണിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഒരുപാട്. ആൻഡ് സിവിൽ വാറിൻ്റെ സമയത്ത് ആള് സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു വാറിന് വേണ്ടിയിട്ട്. സെർവ് ദ യൂണിയൻ ഫ്രം 1863 ടു ദ എൻഡ് ഓഫ് ദ വാർ ഇൻ 1865. പിന്നെ ആള് ഒരു സിവിലിയൻ സ്കൗട്ട് ആയിട്ട് സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സിവിൽ വാറിൻ്റെ ഒക്കെ സമയത്ത്. അപ്പോൾ ഒരു ഹണ്ടർ ആണ് ആളെന്ന് പറഞ്ഞു, നോട്ട് ഓൺലി ഓഫ് ബഫലോസ് ബട്ട് ഓൾസോ ഓഫ് മെൻ. ആൻഡ് അങ്ങനെ അത് ചെയ്തതിന് ഒരുപാട് അവാർഡ് മെഡൽ ഓഫ് ഓണർ ഒക്കെ കിട്ടിയിട്ടുള്ള ഫേമസ് ഓണറാണ് അവിടെ, അതൊക്കെ കിട്ടിയിട്ടുള്ള ഒരാളാണ്. സോ അതുകൊണ്ടാണ് ഈ കമ്മിങ്സ് ഇയാളെക്കുറിച്ച് സെറ്ററൈസ് ചെയ്തിട്ട് പറയുന്നത്. ദ ബിൽ ബഫലോ ബിൽ ഹി റിസീവ്ഡ് മെഡൽ ഓഫ് ഓണർ ഇൻ 1872 വിച്ച് ഇസ് അമേരിക്കാസ് ഹയസ്റ്റ് ആൻഡ് മോസ്റ്റ് പ്രസ്റ്റീജിയസ് മിലിറ്ററി അവാർഡ്. ആൻഡ് ആൾക്ക് ഈ ഒരു ബഫലോ ബിൽ എന്ന നിക് നെയിം കിട്ടാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൻസാസ് പസഫിക് റെയിൽ റോഡ് എന്ന് പറയുന്ന ആ ഒരു റെയിൽ റോഡ് വർക്കേഴ്സിന് ബഫലോ മീറ്റ് എത്തിക്കേണ്ട ഒരു കോൺട്രാക്റ്റ് ആൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിന് വേണ്ടിയിട്ട് ഒരുപാട് ബഫലോസിനെ ആൾ കൊന്നിട്ടുണ്ടായിരുന്നു. ഹ്യൂജ് നമ്പർ അൺനെസസറിലി ആയിട്ട് ആ നേച്ചറിനെ ഡിസ്ട്രോയ് ചെയ്തിട്ടുള്ള ഒരാളാണ്. ഒരു 4282 ബഫലോസിന് ആളുടെ ആ ഒരു ടീം കൊന്നിട്ടുണ്ട്. ആ ഒരു അട്രോസിറ്റി നോക്കണേ. ആൻഡ് ഹി ഡിഡ് ദിസ് ടു ദ നേച്ചർ ബിക്കോസ് അമേരിക്കയിൽ ടിൽ 20th century അവർ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത് നേച്ചർ ഇസ് കൈൻഡ് ഓഫ് ദെയർ എനിമി. നേച്ചർ വേഴ്സസ് മാൻ എന്ന് പറയുന്നത് അമേരിക്കൻ ലിറ്ററേച്ചറിൽ ഒരു മേജർ തീമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന സംഭവമായിരുന്നു. ഓക്കെ, സോ ഇൻ 18 months ബിറ്റ്വീൻ ആ ഒരു 1867 തൊട്ട് 1868 എന്ന് പറയുന്ന ആ ഒരു 2 വർഷം ആ ഒരു കാലഘട്ടത്തിൽ 18 മാസം എടുത്തിട്ട് ആൾ കൊന്നത് 4280 ബഫലോസിനെയാണ്. സോ ഈ ഒരു ഹീറോനെ കുറിച്ചാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. അത്രയും ഹ്യൂജ് നമ്പർ ഓഫ് ബഫലോസിനെ കൊന്നത് ഈ ഒരു കോൺട്രാക്ട് റെയിൽ റോഡ് വർക്കേഴ്സിനുണ്ടായിരുന്ന കോൺട്രാക്ട്, കാൻസസ് പസഫിക് റെയിൽ റോഡ് വർക്കേഴ്സിനുള്ള ഒരു കോൺട്രാക്റ്റും കൊണ്ടായിരുന്നു. അതല്ലാതെയും വേറൊരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ആ ബഫലോസിനെ കൊന്നു കഴിഞ്ഞാൽ, ഈ കൊല്ലുന്നത് കാട്ടത്തെ ആണല്ലോ, അവിടുത്തെ നേറ്റീവ് അബോർജിനൽസ് താമസിക്കുന്നതും കാട്ടിലാണ്. സെറ്റിലേഴ്സ് വന്നപ്പോൾ നേറ്റീവ്സ് ബാക്കിലോട്ട് പോയി. അപ്പോൾ ഈ നേറ്റീവ് അമേരിക്കൻസിനെ, അവരുടെ എനിമീസ് ആയിട്ടുള്ള നേറ്റീവ് അമേരിക്കൻസിനെ സ്റ്റാർവ് ചെയ്ത് കൊല്ലണം. ആൻഡ് ദേ ഹാഡ് ടു ഫേസ് എ ഗ്രേറ്റ് എമൗണ്ട് ഓഫ് സ്റ്റാർവേഷൻ അറ്റ് ദാറ്റ് ടൈം.
ഓക്കെ. അപ്പോൾ ആ ഒരു എന്താ പറയുക ഐഡിയോളജിയും ഇവർക്കുണ്ടായിരുന്നു. ആൻഡ് ബഫലോ ബിൽ എക്സ്റ്റർമിനേറ്റഡ് ട്രില്യൻസ് ഓഫ് വുഡ് പീജിയൻസ്. ആൻഡ് ഈ വുഡ് പീജിയൻസിനെ കുറിച്ച്, ഈ കൊന്നിട്ടൊരു സംഭവത്തിനെ കുറിച്ച് ബഫലോ ബില്ലിൻ്റെ ഒരു മ്യൂസിയം ഉണ്ട്. അവിടെ ഫേമസ് ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ദാറ്റ് ബഫലോ ബിൽ ആള് അവസാനം ഇൻ ദി എൻഡ് ഇത്രയും ട്രില്യൺ കണക്കിന് ആ ഒരു പീജിയൻസിനെ കൊന്നതിന് ശേഷം മേ ബി പീജിയൻസിനെ കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ ആൾ എന്ത് ചെയ്തു, ടാർഗറ്റ് പ്രാക്ടീസിന് ആൾ ക്ലേ പീജിയൻസ് യൂസ് ചെയ്യാൻ തുടങ്ങി. അതൊരു സോസർ ഷേപ്ഡ് ഡിസ്ക്കാണ്, അത് ത്രോ ചെയ്യുമ്പോൾ അതിനെ ഷൂട്ട് ചെയ്യുക ആ സംഭവം. അപ്പോൾ അങ്ങനെ അവർ യൂസ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ. അപ്പോൾ അത്രയും ബേർഡ്സിനെ കൊന്ന് മേ ബി അതേപോലെ അതേ മെൻറ്റാലിറ്റിയിൽ ഒരുപാട് ഇവർ ചെയ്തിട്ടുണ്ടാവുമല്ലോ. അവരൊക്കെ എക്സ്റ്റെൻഡ് ആയി. അങ്ങനെ എക്സ്റ്റെൻഡ് ആയിട്ട് പോയ ഒരുപാട് ആനിമൽസ് സ്പീഷീസും ഉണ്ടാവും. ആൻഡ് ദാറ്റ് ഇസ് കൈൻഡ് ഓഫ് അൺസ്പീക്കബിളി ഹൊറിഫൈങ്. ആൻഡ് 1883 he founded the Great Wild West Show and toured Europe and the United States with his Buffalo team. Okay, Buffalo Bill team. ആൻഡ് അങ്ങനെ വൈൽഡ് വെസ്റ്റ് ഷോ കുറച്ച് അമേരിക്കയിലും യൂറോപ്പിലൊക്കെ കുറച്ച് ഫേമസ് ആവാൻ തുടങ്ങി. ആൻഡ് ആളും ഫേമസ് ആവാൻ തുടങ്ങി ഈ ഒരു കൗബോയ് തീമും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. അങ്ങനെയാണ് പിന്നെ ഒരു ഈ കൗബോയ് എന്ന് പറയുന്ന ഒരു ഔട്ട്ലുക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് ദ ബഫലോ ബിൽ ഹി ബിക്കം എ ഹീറോ ഓഫ് മിത്ത് ആൻഡ് ഓൾസോ ഫിക്ഷൻ. അപ്പോൾ ഒരു ഹീറോയിക് ഫിഗർ ആയിട്ട് മാറി ഈ ഫ്രണ്ടയർ വെസ്റ്റിൻ്റെ ഒരു ഹീറോയിക് ഫിഗർ ആയിട്ട് അമേരിക്കയിൽ ആൾ മാറുകയാണ് ഉണ്ടായത്. ആൻഡ് ആൾ എന്താ ഒരു റെസ്പെക്റ്റഡ് ഇമേജ് ആൾക്ക് കിട്ടാൻ തുടങ്ങി അമേരിക്കയിൽ. ആൻഡ് ഈ കമ്മിങ്സ് ഇവിടെ എന്താ ചെയ്യുന്നത്, ഹീ കൈൻഡ് ഓഫ് ബ്രേക്ക് ദ ഇമേജ് ഓഫ് ദിസ് ബഫലോ ബിൽ ഇൻ ദിസ് പോം. ഓക്കെ. ഇവിടെയും നമുക്ക് അമേരിക്കൻ ഡ്രീമിനെ കുറിച്ച് പറയാം. ആ ഒരു വൈൽഡ് വെസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവം ക്രിയേറ്റ് ചെയ്യുന്നത് എന്തിനാ, കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെയായിരുന്നു. അപ്പോൾ ആ ഒരു അമേരിക്കൻ വൈൽഡ് വെസ്റ്റ് എന്ന് പറഞ്ഞ സംഭവം ക്രിയേറ്റ് ചെയ്ത് ഒരുപാട് കാശുണ്ടാക്കാൻ ശ്രമിക്കുന്നതും ഈ ഒരു അമേരിക്കൻ ഡ്രീമിൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ദി ഐഡിയ ദാറ്റ് അമേരിക്കൻ ക്യാൻ ഗെറ്റ് സക്സസ്, ദേ ക്യാൻ ഗെറ്റ് മണി, ദേ ക്യാൻ ഗോ ടു ദ വെസ്റ്റ്, ആൻഡ് ദാറ്റ് പ്രൈഡ് ഇൻ അമേരിക്കൻനെസ്, ഇതെല്ലാം എന്താണ് ഈ ഒരു അമേരിക്കൻ ഡ്രീം നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. ആൻഡ് ദാറ്റ് ഷാറ്റേർഡ് ഇൻ ദ ബിഗിനിങ് ഓഫ് ദ 20th century. ആൻഡ് ഈ കമ്മിങ്സ് ഈ പോം എഴുതുന്ന സമയത്ത് അതൊക്കെ ഷാറ്റർ ചെയ്തുള്ള ആ ഒരു സമയത്താണ് എഴുതിയിട്ടുള്ളത്. സോ ബഫലോ ബിൽ ഇസ് അബൌട്ട് ദ ഷാറ്ററിങ് ഓഫ് ദ അമേരിക്കൻ ഡ്രീം ഓർ ദ അമേരിക്കൻ കോൺസെപ്റ്റ് ഓഫ് ദ ഹീറോ എന്ന് നമുക്ക് പറയാം. ആൻഡ് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഒരു അമേരിക്കൻ ഹീറോനെ കുറിച്ച് ഒരു മ്യൂസിയം തന്നെ ഉണ്ടെന്ന്, ആളുടെ പേരിലുണ്ടെന്ന് നമ്മൾ പറഞ്ഞായിരുന്നല്ലോ. ആൻഡ് പീപ്പിൾ റെസ്പെക്റ്റഡ് ഹിം ആൻഡ് സ്റ്റിൽ മെനി do. And അപ്പോൾ he represents that American dream in a way. And when he says Buffalo Bill is defunct, how do you like your blue-eyed boy, Mr. Death, ഇതൊക്കെ ചോദിക്കുന്നത് എന്താണ്, ഒരു സെറ്ററൈസ് ആയിട്ടുള്ള ഒരു രീതിയിലാണ്. ആ ഒരു അമേരിക്കൻ ഡ്രീമിൻ്റെ ക്രാഷിംഗ് ഓഫ് ദ അമേരിക്കൻ ഡ്രീം ഓർ ദ കോൺസെപ്റ്റ് ഓഫ് ഹീറോയിസം ദാറ്റ് ബഫലോ ബിൽ റെപ്രസെൻറ്റ്, ഇതിനെയൊക്കെ ഒരു സെറ്ററൈസ് ചെയ്യലാണ് ആ ഒരു ക്വസ്റ്റ്യൻസിലൊക്കെ ഈ കമ്മിങ്സ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. ഈ കൗബോയ് എറ സിവിൽ വാറിന് ശേഷം പെട്ടെന്ന് വന്നിട്ടുള്ളൊരു സംഭവമാണ്. 1861 തൊട്ട് 1865 വരെയായിരുന്നു സിവിൽ വാർ ഉണ്ടായിരുന്നത്. ആൻഡ് കൗബോയ് എറ വന്നത് 1865 to 1890. അപ്പോൾ ഈ കൗബോയ് ആരാണ്? കൗബോയ് ആർ ദ റാഞ്ചേഴ്സ് ആൻഡ് കാറ്റിൽ ഹേർഡേഴ്സ്. അവർ കുറച്ച് റൊമാൻറ്റിക്കലി മിത്തിഫൈഡ് ചെയ്തു അവരുടെ ലൈഫിനെ ആൻഡ് കൾച്ചർ. എസ്പെഷ്യലി അവർ ആര് മിത്തിഫൈ ചെയ്യാൻ തുടങ്ങി, ആ ഒരു ഹോളിവുഡ് മൂവീസിൽ വെസ്റ്റേണേഴ്സ് എന്ന് പറയുന്ന ഒരു ജോൺറ തന്നെ വരാനും കാര്യങ്ങളൊക്കെ തുടങ്ങി. അങ്ങനെയാണ് അവർ ഭയങ്കര ഫേമസും കാര്യങ്ങളൊക്കെ ആവുന്നത്. അവർക്ക് അവരുടേതായ ഹാർഷ് ലൈഫും കൾച്ചർ ഒക്കെ ഉണ്ടായിരുന്നു. ആ ഒരു ഫ്രണ്ടയർ വാല്യൂസും പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് വാല്യൂസ് ഉണ്ടായിരുന്നു അവർക്ക്. പോസിറ്റീവ് വാല്യൂസ് ലൈക്ക് ഡിപ്പെൻഡൻസ്, ഷിവൽറിക് ആണ്, പാട്രോട്ടിസം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. നെഗറ്റീവ് വാല്യൂസ് എന്ന് പറയുന്നത് ഒരു സ്റ്റീരിയോടിപ്പിക്കൽ ആയിട്ടുണ്ടായിരുന്ന ഒരു വയലൻസ് കാണിക്കുന്നു, ക്രിമിനാലിറ്റി, ഫൈറ്റിംഗ് വിത്ത് നേറ്റീവ് അമേരിക്കൻസ്, ഈ വക കാര്യങ്ങളൊക്കെയാണ് നമുക്കൊരു നെഗറ്റീവ് ആയിട്ടുള്ള ടേമായിട്ട് കൗബോയ്സിനെ കുറിച്ച് പറയാനുണ്ടായിരുന്നത്. ആൻഡ് സംടൈംസ് അവർ ഒരു റെഡ് നെക്ക് അല്ലെങ്കിൽ റെഡ് നെക്കിസം കാണിക്കുമായിരുന്നു. അതായത് റേസിസം, ഒരു പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് റൂറൽ സദേൺ അമേരിക്കയിൽ മേ ബി നേറ്റീവ്സിനെ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള റേസസ് ഒക്കെ കാണിക്കുന്നത് ഒക്കെയാണ് ഈ ഒരു റെഡ് നെക്കിസം ഒക്കെ പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെയാണ് കൗബോയ് അവർക്ക് ഉണ്ടായിരുന്ന നെഗറ്റീവ്സ്. സോ ഈ കൗബോയ് കൾച്ചർ ഇറ്റ് ബിക്കം എ കമ്മോഡിറ്റി. ആ ഒരു കൗബോയ് കൾച്ചറിൽ ഉണ്ടായിരുന്ന ഡെസെൻഡൻസ് അവരൊക്കെ ഈ ഒരു വൈൽഡ് വെസ്റ്റ് കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങി, അത് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങി. ആൻഡ് അവർ ഈ ഒരു ഇത്രയും റീജൻസിനെ കൊല്ലാൻ പറ്റും, ഈ ഹോഴ്സസിൻ്റെ മേളിൽ കയറി ഫൈറ്റ് ചെയ്യാൻ പറ്റും, ഈ വക കാര്യങ്ങളൊക്കെ അങ്ങനെ ഷോ ഓഫ് ചെയ്യാൻ തുടങ്ങി. അപ്പം അങ്ങനെ ഹോഴ്സിനെ റൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരെങ്കിലും സ്പെയർ ചെയ്ത് കൊല്ലുക, അല്ലെങ്കിൽ ഒരു നേറ്റീവ് ബോയിനെ അങ്ങനെ പിന്നാലെ ഓടിച്ചിട്ട് എല്ലാവരെയും ചിരിപ്പിക്കുക, അതൊക്കെ അവരുടെ എവറിബഡീസ് പ്ലഷർ ആയിരുന്നു. ഓക്കെ. അപ്പോൾ ഒരു എക്സിബിഷൻ ഓഫ് ദെയർ സ്പോർട്സ്മാൻഷിപ്പ് ആയിരുന്നു ഈ കൗബോയ് ഇറയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിനെയൊക്കെയാണ് ഇവിടെ ആൾ ക്രിട്ടിസൈസ് ചെയ്യണത്. ഓക്കെ. അപ്പോൾ നമ്മുടെ ബഫലോ ബിൽ ആൾ മരിച്ചു.
ഈ പോം നമുക്കൊരു മോണോലോഗ് ബിറ്റ്വീൻ പോയറ്റ് ആൻഡ് ഡെത്ത് ആയിട്ട് വേണമെങ്കിലും കൺസിഡർ ചെയ്യാം. ഡെത്തിനെ ഇവിടെ പേഴ്സോണിഫൈ ചെയ്തിട്ടുണ്ട്, നമ്മൾ പറഞ്ഞു മിസ്റ്റർ ഡെത്ത് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ പോം തുടങ്ങുമ്പോൾ ചോദിക്കുവാണ് ബഫലോ ബിൽസ് അപ്പസ്ട്രോഫി എസ് ഇടുന്നത്, ബില്ല് കഴിഞ്ഞ് സ്പേസ് കഴിഞ്ഞിട്ടാണ് അപ്പസ്ട്രോഫി വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് 3 മീനിങ് നമുക്ക് കാണാൻ പറ്റും. ഒന്നെന്ന് പറയുന്നത് ബഫലോ ബില്ല് പൊസസ് ചെയ്യുന്നൊരു കാര്യം, നമ്മൾ അപ്പസ്ട്രോഫി ഇട്ടിട്ട് ഇറ്റ് ഈസ് ഹേഴ്സ് എന്ന് പറയില്ലേ, അതേപോലെ ബഫലോ ബിൽസ് അങ്ങനെയാണെന്ന് നമുക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. അതല്ലെങ്കിൽ ബഫലോ ബിൽ ഇസ് എന്ന് പറയുന്നതിന് അപ്പസ്ട്രോഫി ഇട്ടിട്ട് കാണിക്കുക ബഫലോ ബിൽ ഇസ് എന്ന് ആയിരിക്കാം. അതല്ലെങ്കിൽ ഒരു പ്ലൂറലൈസേഷൻ ഓഫ് ദാറ്റ് വേർഡ് അങ്ങനെയും കൺസിഡർ ചെയ്യാം. ഈ ബഫലോ ബിൽസ് എന്ന് പറയുന്ന ആളെന്ന് പറയുന്നത് ഒരൊറ്റ ആളല്ല, അയാളെ പോലെ ഇറ്റ് റെഫേഴ്സ് ടു ഓൾ ദ റാഞ്ചേഴ്സ് ലൈക്ക് ഹിം. ദിസ് ഇസ് നോട്ട് ജസ്റ്റ് വൺ മാൻ ബഫലോ ബിൽ എന്ന് വേണമെങ്കിൽ പറയാം. ദാറ്റ് കമ്മ്യൂണിറ്റി ഓഫ് പീപ്പിൾ അവരെല്ലാവരും ഡിഫെൻഡ് ആണ് എന്ന്, ദേ ഡസ് നോട്ട് വർക്ക് എനിമോർ, വി ഡോണ്ട് നീഡ് ദം എനിമോർ എന്നുള്ള ആ ഒരു സംഭവമാണ് അവിടെ ഉദ്ദേശിക്കണം. ഈ 3 മീനിങ് നമുക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോൾ ഈ ഡിഫെൻഡ് എന്ന് പറഞ്ഞാൽ ഡസൻ വർക്ക് എനിമോർ എന്നുള്ള മീനിങ് ആണ്. ഓക്കെ, അവിടെ ഒരു സ്പേസ് ഇടുന്നത് ഇറ്റ് മേക്സ് ഇറ്റ് ദാറ്റ് മീനിങ് ആംബിഗ്വസ്. അപ്പോൾ നമുക്ക് ഒന്നല്ലെങ്കിൽ വാട്ട് ബഫലോ ബിൽ പൊസസ് എന്നാക്കാം, അല്ലെങ്കിൽ വാട്ട് ബഫലോ ബിൽ ഇസ് എന്നാക്കാം, അല്ലെങ്കിൽ ഒരു പ്ലൂറലൈസേഷൻ ഓഫ് ദാറ്റ് വേർഡ് എന്നും നമുക്ക് അതിനെ കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ വേർഡ് ഡിഫെൻഡ് ഇസ് എംഫസൈസ്ഡ്, അത് ഒറ്റയ്ക്കാണ് ആ വേർഡ് ഉള്ളത്. ഇറ്റ് ഈസ് എംഫസൈസ്ഡ് ദെയർ, ഇറ്റ് ഈസ് പ്ലേസ്ഡ് അലോൺ ഇൻ എ ലൈൻ. ഇറ്റ് ലിറ്ററലി മീൻസ് ദാറ്റ് ഇറ്റ് ഈസ് നോ ലോങ്ങർ ഫങ്ഷനിങ് ഓർ എക്സിസ്റ്റിംഗ്. അവിടെ ഇപ്പം അതൊന്നും ഇല്ല, ബഫലോ ബിൽ എന്ന് പറയുന്നതിന് ഫെയിം ഒന്നും ഇപ്പം ഇല്ല. ഇറ്റ് റെഫേഴ്സ് ടു ദ ഫാക്ട് ദാറ്റ് ഹീ ഈസ് ഡെഡ്, ഹി ഹാസ് നോ യൂട്ടിലിറ്റി വാല്യൂ നൗ. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഹീറോനെ കുറിച്ച് പറയുന്ന സമയത്ത് ഡിഫെൻഡ് പോലത്തെ ഒരു നെഗറ്റീവ് ടേം യൂസ് ചെയ്യുന്നത് എന്താണ്? Satirizing ആണ്. Okay, so the word is not a dignified word for the death of a hero. Buffalo Bill has lost his importance as a person. We don't believe in that culture anymore. അതാണ് ഇവിടെ കാണിക്കുന്നത്. ആ ഒരു മനുഷ്യനെ മാത്രമല്ല ഇവിടെ റെഫർ ചെയ്യുന്നത്. മോർ ദാൻ ദ ഡെത്ത് ഓഫ് മാൻ, ഇറ്റ് റെഫേഴ്സ് ടു ദ ഡെത്ത് ഓഫ് ഏജ്. ആ ഒരു ഏജ്, അന്നത്തെ ആ ഒരു കൗബോയ് എറ, അതിൻ്റെയാണ് കാണിക്കുന്നത്. ഇറ്റ് റെഫേഴ്സ് ടു ദി കൾച്ചർ ഓഫ് വൈറ്റ് ഹീറോയിസം ആൻഡ് റെഡ് നെക്കിസം. അങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ടായിരുന്ന ആ സംഭവമൊക്കെ ഇപ്പോൾ റെലവൻ്റ് അല്ലാതെ ആയി മാറി, അത് ഡിഫെൻസ് ആയി മാറി. ജസ്റ്റ് ലൈക്ക് എ മെഷീൻ വിച്ച് ഡസൻ വർക്ക് എനിമോർ, അതേപോലെ ആയി മാറി എന്നാണ് പറയണത്. അപ്പോൾ ഇവിടെ പോയറ്റ്, ഇനിയിപ്പോൾ ഹീറോയിക് ടോൺ ആണെങ്കിൽ പോയറ്റ് ഈസ് റിമെമ്പറിങ് ഹൗ വി യൂസ് ടു റൈഡ് എ ഹോഴ്സ് ആൻഡ് ഗോ ഹണ്ടിങ്. ആളങ്ങനെ ഒരു ഹണ്ടിങ്ങിന് പോകുമ്പോൾ ആൾ എന്താ ചെയ്യാറുള്ളത്? ഹി യൂസ് ടു റൈഡ് എ വാട്ടർ സ്മൂത്ത് സിൽവർ സ്റ്റാലിയൻ. അപ്പോൾ ഒരു വൈറ്റ് ഹോഴ്സിന്, ഒരു സ്റ്റാലിയൻ, ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹോഴ്സിനെയൊക്കെയാണ് ആൾ ഓടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ദാറ്റ് ഡെപ്പിക്ഷൻ ഓഫ് എൻ ഐഡിയലിസ്റ്റിക് ഹീറോ റൈഡിങ് എ ഗ്രേറ്റ് സ്റ്റാലിയൻ, ദാറ്റ് ഡെപ്പിക്ഷൻ ഓഫ് ദാറ്റ് എബിലിറ്റി ഓഫ് ഹിം ടു റൈഡ് ദ ഹോഴ്സ്, ആളുടെ സ്കിൽസ് വിത്ത് ഗൺസ്. ഗണ്ണിനെ കുറിച്ച് പറയാൻ കാരണം എന്താണ്? ഹി കുഡ് കിൽ മൾട്ടിപ്പിൾ പീജൻസ് ഈസിലി. അപ്പോൾ അവിടെ എന്തായിരുന്നു? ആൻഡ് ബ്രേക്ക് 1 2 3 4 5 പീജൻസ് ജസ്റ്റ് ലൈക്ക് ദാറ്റ്. അതായത് ഒരു ഒറ്റ ഷോട്ടിൽ ഒരുപാട് പീജൻസിനെ കൊല്ലാൻ പറ്റുന്ന അത്രയും സ്കിൽഡ് ആയിട്ടുള്ളൊരു ആളായിരുന്നു ഈ ഹീറോ. അപ്പോൾ ആ ഒരു ഐഡിയലൈസേഷൻ നമുക്ക് അവിടെ അങ്ങനെ വേണമെങ്കിൽ പറയാം. ഓക്കെ, അല്ലെങ്കിൽ അവിടെ ഒരു സറ്റാറിക്കൽ ടോണും നമുക്ക് രണ്ടും കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു പോം നമുക്ക് ഇനിയിപ്പോൾ ആളുടെ ഡെത്തിനെ കുറിച്ചാണോ, ആളുടെ ഹീറോയിസത്തിനെ കുറിച്ചാണോ, ആളുടെ ക്രുവൽറ്റി ടു ആനിമൽസ് ആണോ, അതോ ആളുടെ അച്ചീവ്മെൻറ്റ്സിനെ കുറിച്ചാണോ, അത് ഐറണി ആണോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ആൻഡ് ഇറ്റ് ഇസ് എ മോഡേൺ പോം. ഒരു ഒറ്റ സർട്ടൻ മീനിങ് മാത്രമല്ല അതിനുള്ളത്. ഓക്കെ, അപ്പോൾ all of this has been told deliberately, and ഒരു മൾട്ടിപ്പിൾ ഇൻ്റർപ്രിട്ടേഷൻ ആണ് നമുക്ക് ഈ പോത്തിന് കിട്ടുന്നത്. ഇവിടെ തീം ഓഫ് ഹീറോയിസം ഉണ്ട്, അറ്റ് ദ സെയിം ടൈം ആ ഒരു അൺഹീറോയിക് ഡെത്ത് ആയിട്ട് ഇനിയിപ്പോൾ വരും, അൺഹീറോയിക് ഡെത്തിനെ കുറിച്ചും പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്കൊരു സറ്റാരിക്കൽ വ്യൂ തന്നെയാണ് പറയാൻ ഉള്ളത്. ഓക്കെ, സോ ഇപ്പോൾ ചോദിക്കുക തമ്മിൽ ആളെക്കുറിച്ച് പറയുകയാണ്. ബഫലോ ബിൽ എന്ന് പറയുന്ന ആളിപ്പോൾ ഡിഫെൻഡായി. പണ്ട് ആൾ എങ്ങനെയായിരുന്നു? ഒരു വാട്ടർ സ്മൂത്ത് സിൽവർ ആയിട്ടുള്ളായിരുന്ന ആ ഒരു സ്റ്റാലിയനെ ഓടിച്ച് വരുന്ന ആളായിരുന്നു. അത്രയും ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ഹോഴ്സിനെ ഓടിച്ച് വരുന്ന ആളായിരുന്നു. ഈ സ്റ്റാലിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെജസ്റ്റിക് ആയിട്ടുള്ള ഒരു മസ്കുലിൻ, പവർഫുൾ, ഗ്രാൻഡിയർ ഒക്കെ കാണിക്കുന്ന ഹോഴ്സാണ്. അതിനൊക്കെ ബ്രീഡ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് കുറച്ച് എന്താ പറയുക, ഒരു അതിനെ ബ്രീഡ് ചെയ്യുന്നതൊക്കെ ഭയങ്കര പോപ്പുലറാണ്. ആൻഡ് അന്നത്തെ കാലത്തെ ആൾക്കാരിപ്പോൾ ഇതേപോലെ ഒരൊറ്റ ഷോട്ടിൽ 5 6 ഈ പീഷ്യൻസിനൊക്കെ കൊല്ലുക എന്നൊക്കെ പറയുമ്പോൾ അന്നത്തെ ആൾക്കാർ അതിന് പുറകെ പോകുന്ന ആൾക്കാരായിരുന്നു. റൊമാൻറ്റിക് ഏജ് ഓഫ് ദാറ്റ് അമേരിക്കൻ വൈൽഡ് വെസ്റ്റ് ആയിരുന്നു, വേർ എവറിബഡി വാണ്ടഡ് ടു ബി ലൈക്ക് ദാറ്റ്. ദേ ഓൾസോ വാണ്ടഡ് ടു ബി ഗോ വൈൽഡ്. അങ്ങനെയൊക്കെ ഉള്ള സിറ്റുവേഷൻ ആയിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. സോ ഈ ഒരു വൈൽഡ് വെസ്റ്റിൻ്റെ സപ്പോർട്ടേഴ്സൊക്കെ ഇതിൻ്റെ പുറകെ പോകുന്ന ആൾക്കാരായിരുന്നു. ദേ വേർ ഓൾ ബിഹൈൻഡ് ദ സ്റ്റാലിയൻ. വൈറ്റ് സ്റ്റാലിയൻ റെപ്രസെൻറ്റ്സ് പൊട്ടൻസി, എലീറ്റ്, പിന്നെ പവർ, ഈ വക സംഭവങ്ങളൊക്കെയാണ് വൈറ്റ് സ്റ്റാലിയൻ കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഇറ്റ് ഈസ് എ ഹോഴ്സ് യൂസ്ഡ് ഫോർ ബ്രീഡിങ്. ആൻഡ് ബിൽ ഹിംസെൽഫ്
ലൈക്ക് ഹീസ് ലൈക്ക് എ സ്റ്റാലിയൻ. ആളും ഭയങ്കര മസ്കുലൻ, പവർഫുൾ, ഗ്രാൻഡിയർ ഒക്കെ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു. ഹീസ് എ എപ്പിറ്റോം ഓഫ് മാൻലിനെസ്. പക്ഷേ ഇപ്പം അതൊന്നും ഒരു വിലയില്ലാതെ ഹീസ് നൗ എ ഡിഫെക്റ്റ്. ഈ വാട്ടർ സ്മൂത്ത് സിൽവർ എന്ന് പറയുന്നത് ആളുടെ ആ ഒരു ഷൈനിങ് ഗ്ലാമർ ഓഫ് ബിൽ, അത് അങ്ങനെ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഈ ഹോഴ്സ് ഇസ് എ വാട്ടർ സ്മൂത്ത് സിൽവർ, ഐ മീൻ പോളിഷ്ഡ് ഷൈനിങ് ആയിട്ടുള്ള ഹോഴ്സ് ആണ്. ആൻഡ് ഇറ്റ്സ് മെറ്റഫോറിക്കലി റെഫേഴ്സ് ടു ദ ഷൈനിങ് ഗ്ലാമർ ഓഫ് ബിൽ ഹിംസെൽഫ്. ഓക്കെ, ആൾക്ക് ഒറ്റ ഷോട്ടിൽ തന്നെ ഒരുപാട് പീജൻസിനെ, സെവറൽ ക്ലേ പീജൻസിനെ ഹിറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ ക്ലേ പീജൻസ് അല്ലെങ്കിൽ ഒറിജിനൽ പീജൻസ്, അതാളുടെ ഹീറോയിസമാണ് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആ ഒരു ഹീറോയിസം കാരണം ഈ വില്യം എഫ് കോഡി എന്ന് പറയുന്ന ഈ ഒരാൾ ഇവൻച്വലി ബിക്കം എ ഷോ മാൻ. ആൻഡ് ഈ കൾച്ചർ, ഒരു കൾച്ചർ ഓഫ് ഹീറോയിസം, അത് നമുക്കിപ്പോൾ ഇവിടെ ഇല്ല. ഇറ്റ് ഹാവ് നോ ഫൗണ്ടേഷൻ. ബഫലോ ബിൽ ഹാസ് ലോസ്റ്റ് ഹിസ് റെലവൻസ് ആൻഡ് ഹാസ് ബീൻ ടേക്കൺ ബൈ ഡെത്ത്. ആൻഡ് പറയാണ് അത്. പിന്നെ നെക്സ്റ്റ് ലൈനിൽ വരുന്നത് ജീസസ് ഹി വാസ് എ ഹാൻസം മാൻ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ജീസസ് എന്നുള്ള വിളി മേ ബി ആളെയും ജീസസിനെയും വെച്ചൊരു കമ്പാരിസൺ ആയിരിക്കും. ജീസസ് എന്ന് പറയുന്നത് ഭയങ്കര നല്ലൊരു മനുഷ്യനായിരുന്നു. ഈ മറ്റേ ബഫലോ ബിൽ എന്ന് പറയുന്ന ആളോ, ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്, ഹി കിൽസ് പീപ്പിൾ. ഓക്കെ, അപ്പോൾ ആ ഒരു കമ്പാരിസൺ, ബഫലോ ബില്ലിന് വയലൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇഷ്ടം, മെറ്റീരിയൽ വേൾഡിൻ്റെ ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ ജീസസ് വാസ് നോട്ട് ലൈക്ക് ദാറ്റ്. ഹീ ടുക്ക് ദ ബേർഡൻ ഫോർ മാൻ, ബേർഡൻ ഓഫ് മാൻ ഫോർ മാൻ. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു ആളാണ് ജീസസ്. അപ്പോൾ ആ ഒരു കമ്പാരിസൺ വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ദൈവമേ, ആൾ എന്ത് ഭംഗിയായിരുന്നു ആളെ കാണാൻ, അങ്ങനെ ഒരു സെൻസിലും എടുക്കാം. ജീസസ് ഒരു കൊളോക്കിയൽ ലാംഗ്വേജിൽ ഹി വാസ് എ ഹാൻസം മാൻ. ദാറ്റ് എക്സ്ക്ലമേഷൻ ജീസസ് ഷോസ് ദാറ്റ് ദ പോയറ്റ് ഓൾസോ അപ്രൂവ്സ് ഓഫ് ബഫലോ ബിൽസ് അപ്പിയറൻസ് ആൻഡ് ഇമേജ്. എന്ത് ഭംഗിയായിരുന്നു ആളെ കാണാൻ. ഈ പെർഫോംഡ് മിറാക്കിൾസ് ലൈക്ക് ബ്രേക്കിംഗ് മെനി ക്ലേ പീജൻസ് ഇൻ വൺ ഷോട്ട് എക്സെട്ര. അപ്പോൾ ആ ഒരു മിറക്കിൾ ജീസസ് എന്താ കാണിച്ചിട്ടുണ്ടായിരുന്നു, ആളും മിറക്കിൾസ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. വയ്യാത്തവരെ സുഖം മാറ്റില്ല, അങ്ങനെ പലതും ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതേപോലെ മിറക്കിളും ചെയ്യുന്ന ഒരാളായിരുന്നു. എന്താ, ഒരൊറ്റ ഷോട്ടിൽ ഒരുപാട് എണ്ണത്തിനെ കൊല്ലാം. അപ്പോൾ ഈ ജീസസിനെ കുറിച്ചുള്ള റെഫറൻസും ആ ഒരു ക്രിറ്റിസിസം ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്തായിരുന്നു, ആ മനുഷ്യൻ എങ്ങനെയായിരുന്നു എന്ന് കാണിക്കുന്നതിലൂടെ ആളെ ക്രിട്ടിസൈസ് ആണ് ചെയ്യുന്നത്. ഇതെല്ലാം ഒരു ഷോന് വേണ്ടിയിട്ടായിരുന്നു. ഇറ്റ് ഈസ് ഓൾ അബൌട്ട് എ മിയർ ഷോ. അങ്ങനെ ആ ഒരു മനുഷ്യൻ റിയലി എന്താണ്, അയാൾ കൊടുക്കുന്ന ഇംപ്രഷൻ എന്താണ് എന്നുള്ളത് രണ്ടും രണ്ടാണ്. റിയാലിറ്റി ഓഫ് ദ മാൻ ഇറ്റ് ഷുഡ് ബി സെപ്പറേറ്റഡ് ഫ്രം ദ ഇംപ്രഷൻ ദാറ്റ് ഹി ഹാഡ് ക്രിയേറ്റഡ്. ആൻഡ് ആ ഒരു അമേരിക്കൻ കോൺഷ്യസ്നെസ്സിൽ ഈ ഒരു റിയാലിറ്റി ഓഫ് മാനും ഇമേജ് ഓഫ് മാൻ എന്ന് പറയുന്നത് രണ്ടും രണ്ട് കാര്യങ്ങളാണ്. അവിടെ അവർ ബിലീവ് ചെയ്യുന്നത് എന്തായിരുന്നു, ആ ഒരു ഇമേജിനാണ്. അപ്പം ആ ഒരു ഇംപ്രഷൻ ദാറ്റ് ഹാഡ് മെയ്ഡ്, അതാണ് ഈ മറ്റേ ഷോമാൻഷിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നത്. ഇംപ്രഷൻ വാസ് റാദർ ലാർജർ ദാൻ ദ റിയാലിറ്റി. ഓക്കെ, പിന്നെ ഈ ജീസസ് ഹി വാസ് എ ഹാൻസം മാൻ, മേ ബി ഒരു അഡ്മിറേഷൻ നമുക്കവിടെ പറയാൻ പറ്റും. അതല്ലെങ്കിൽ ആള് ഒരു കാലത്ത് ഹീറോ ആയിരുന്നു. ഹി വാസ് എ ഹാൻസം മാൻ, ഹി വാസ് എ ഹീറോ അറ്റ് ടൈംസ്. പക്ഷെ ഇപ്പം എന്ത് പറ്റി, അങ്ങനെ ഒരു ഹീറോ ആയിട്ടുണ്ടായിരുന്ന മാൻ ഇപ്പം മരിച്ചു. ആൻഡ് വാട്ട് ഐ വോണ്ട് ടു നോ ഇസ്, അപ്പോൾ ഡെത്തിനോട് ചോദിക്കുകയാണ്. ഇത്രയും നേരം റീഡേഴ്സിനോട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഡെത്തിനോട് പോവാണ്, അപ്പോൾ ഒരു മോണോലോഗിലോട്ട് പോവാണ്. വാട്ട് ഐ വോണ്ട് ടു നോ ഇസ്, എനിക്ക് എന്താ അറിയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹൗ ഡു യു ലൈക്ക് യുവർ ബ്ലൂ ഐഡ് ബോയ്. ഇപ്പോൾ നിങ്ങൾ അവിടെ ഇപ്പോൾ മരിച്ചല്ലോ, ആള് മരണത്തിൻ്റെ അടുത്താണല്ലോ ഉള്ളത്, വേറെ അതർ വേൾഡിലാണല്ലോ ഉള്ളത്. അപ്പോൾ അവിടെ ഉള്ളപ്പോൾ ഈ ആള് എങ്ങനെയുണ്ട്, ആള് ഇവിടെ ഉണ്ടായിരുന്ന ആ ഒരു പ്രൊഫസർക്ക് അവിടെ ഉണ്ടോ, ഇവിടെ ഉണ്ടായിരുന്ന ഫെയിമൊക്കെ ആൾക്ക് അവിടെ ഉണ്ടോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഹൗ ഡെത്ത് ഇസ് എൻജോയിങ് ദ പ്രസൻസ് ഓഫ് ബഫലോ ബിൽ. അങ്ങനെയാണ് ഈ ഒരു പോം എൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ബ്ലൂ ഐഡ് ബോയിന് ഡെത്തിന് ഇഷ്ടമായോ, ബഫലോ ബില്ലിന് ഇഷ്ടമായോ? ഡെത്തിന് ഇഷ്ടമാവാതിരിക്കാൻ എന്താ. അപ്പോൾ ഇവിടെ വേറൊരു മീനിങ് നമുക്ക് പറയാൻ പറ്റുന്നത്, ജീസസും ബഫലോ ബില്ലും ഒക്കെ ഡെത്തിന് സെയിം ആണ്. ഫോർ ഡെത്ത് ജീസസ് ആൻഡ് ബഫലോ ബിൽ ഇസ് ദ സെയിം. അപ്പോൾ ഇവിടുത്തെ മാച്ചോ സ്കിൽസൊക്കെ ഉള്ള ആ ഒരു റേഷ്യൽ സുപ്രീമസിയൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്ന, ഗുഡ് ലുക്കൊക്കെ ആയിട്ടുണ്ടായിരുന്ന ഒരു ടെറിഫിക് ഇംപ്രഷൻ അമേരിക്കൻസിൻ്റെ മനസ്സിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ആ ഒരു ഹീറോ ഇപ്പോൾ ഡെഡാണ്. ആൾ ഇതൊക്കെ ആയിരുന്നു എന്നുള്ളത് കൊണ്ട് ആൾക്ക് ഡെത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റിയിട്ടില്ല. ആള് ഒരുപാട് ജീവികളുടെ മുന്നിലോട്ട് ഡെത്ത് കൊണ്ടുപോയ ആളാണ്. ബ്രൗൺ ബഫലോസിനെ എക്സ്റ്റിൻഷൻ്റെ എഡ്ജ് വരെ എത്തിച്ച ആളാണ്. അത്രയും ട്രില്യൺ കണക്കിന് വുഡ് പീജൻസിനെയൊക്കെ കൊന്നുണ്ടായിരുന്ന ഒരാളാണ്. അത്രയും ഡെത്തിന് ഒരു ആനിമലിന് മുന്നിലോട്ട് അത്രയും ക്രുവാലിറ്റി കാണിച്ചിട്ടുള്ള ഒരാൾ ഫൈനലി ദ ഐറണി ഈസ് ദാറ്റ് ഡെത്ത് ആളെയും കൊണ്ടുപോയി. അപ്പോൾ ആ ഒരു ബ്ലൂ ഐഡ് ഹാൻസം കോഡി, വില്യം കോഡിയുടെ ആ ഒരു ഫെയിം ആൻഡ് പോപ്പുലാരിറ്റി ആൻഡ് പവർ അത് കുറേ കാലമൊന്നും നിലനിന്നില്ല എന്നാണ് പറയുന്നത്. ഡെത്ത് കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. സോ ഇപ്പോൾ ഡെത്ത് ആളെ ഇഷ്ടമായോ, ലൈക്ക് ഹൗ ഡു യു ലൈക്ക് യുവർ ബ്ലൂ ഐഡ് ബോയ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റനിൽ ഹീസ് ആക്ച്വലി പ്രിറ്റൻഡിങ് നോട്ട് ടു നോ ദാറ്റ് ഡെത്ത് ടേക്സ് എവ്രി വൺ വെദർ ഇറ്റ് ലൈക്സ് ദെം ഓർ നോട്ട്. ആ ക്വസ്റ്റൻ അവിടെ റെട്ടോറിക്കലാണ്.
ആൻസർ അറിയാം അതിൻ്റെ എന്താന്ന്. അപ്പോൾ ഒരു ന്യൂട്രൽ ടോണിൽ തുടങ്ങിയിട്ട് അവസാനം ഒരു ഐറോണിക് എൻഡാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഈ ഒരു പോത്തിൻ്റെ വിഷ്വൽ അല്ലെങ്കിൽ ആ ഒരു ടൈപ്പോഗ്രാഫിക്കൽ ഡയമെൻഷൻ ഓഫ് ദ പോം നോട്ടബിൾ ആണ്. കാരണം ഒരു ഗണ്ണ് പോലെയാണുള്ളത്. നമ്മൾ പറഞ്ഞു ഒരു മെഷീൻ, ഡിഫെക്ട് എന്ന് പറയുന്ന ഒരു മെഷീൻ അത് പ്രവർത്തിക്കുക ഡസ് നോട്ട് വർക്ക് എനി മോർ എന്നൊരു സിറ്റുവേഷനിലാണ് നമ്മൾ ഡിഫെക്ട് എന്ന് പറയാം. അതേപോലെ അത് ലോനി നമുക്ക് പറയാം കേട്ടോ. അപ്പോൾ ഒരു ഗൺ ഇസ് എ മെഷീൻ. ആ അവിടുത്തെ ആൾക്കാർ യൂസ് ചെയ്തിട്ട് ഹണ്ട് ചെയ്യാൻ യൂസ് ചെയ്ത് എന്താണ് ഗണ്ണുമാണ്. അപ്പോൾ ഈ ഗണ്ണും കൊണ്ട് കാണിക്കുന്നത് മേ ബി എല്ലാം അവിടെ ഡിസൈഡ് ചെയ്യുന്നത് പവർ ലോറാണ്. എവറിത്തിങ് ഇസ് ഡിസൈഡ് ബൈ ഗൺ, അങ്ങനെയായിരിക്കാം, ലോ ഒന്നുമല്ല. അപ്പോൾ ഡിഫെക്ട് എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ആ ഒരു എന്താ പറയുക മെഷീൻ മാത്രം വർക്ക് ചെയ്യുന്നു എന്നുള്ളത് അല്ലാതെ ലോവും വർക്ക് ചെയ്യുന്നില്ല, അങ്ങനെ ഒരു മീനിങ്ങിലോട്ട് പോവാം. നോ ലോങ്ങർ ഓപ്പറേറ്റിംഗ് ഓർ ഫങ്ഷൻ ഓർ ബീങ് യൂസ്ഡ് എന്ന് പറയുന്ന ഒരു മീനിങ് ഓഫ് ഇൻ ദ കേസ് ഓഫ് മിഷൻ ഓർ ഓഫ് ലോ അങ്ങനെ കൊണ്ടുവരുവാണെങ്കിൽ ഇപ്പോൾ ഗണ്ണാണ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത്, അല്ലാതെ ഇപ്പോൾ ലോന് വലിയ വിലയൊന്നുമില്ല. മൈറ്റി ആയിട്ടുള്ള ആൾക്കാർ റൂൾ ചെയ്യുന്നൊരു സംഭവം ഉണ്ടല്ലോ, ദ റൂൾ ഓഫ് ദ മൈറ്റ്, ആ സംഭവങ്ങളൊക്കെയാണ് കാണുന്നത്. റൂൾ ഓഫ് വെപ്പൺ, നോ ലോ ഇസ് എൻഫോഴ്സ്ഡ്, അങ്ങനത്തെ സംഭവം വേണമെങ്കിൽ നമുക്ക് കൊണ്ടുവരാം. ആൻഡ് ഈ ഒരു ബ്ലൂ ഐഡ് ബോയ് എന്ന് പറയുന്നത് ഒരു ഇന്നസെൻസ് റെഫർ ചെയ്യുന്നൊരു സംഭവമായിരിക്കും. ഐ മീൻ പൊട്ടൻഷ്യലി അങ്ങോട്ട് കാണിക്കുന്ന ഇന്നസെൻസ് ആണെന്നാണ്, പക്ഷെ ആക്ച്വലി ദേ ആർ ഹാർബറിങ് ഇൻജസ്റ്റിസ്. അതും വേണമെങ്കിൽ ബ്ലൂ ഐഡ് എന്ന് പറഞ്ഞ് നമുക്ക് കൺസിഡർ ചെയ്യാം. അതല്ലെങ്കിൽ ആ ഒരു ഐഡിയോളജി ഓഫ് ദാറ്റ് വൈറ്റ് സുപ്രീമസി, ആ ഒരു റേഷ്യൽ സുപ്രീമസി ഓഫ് ദ വൈറ്റ്, പിന്നെ ആ ഒരു റേസിസം അവർ കാണിക്കുന്ന റെഡ് നെക്കിസം എന്ന് പറയുന്ന സംഭവം അസോസിയേറ്റഡ് വിത്ത് ദ കൗബോയ് കൾച്ചർ ആൻഡ് ദ വൈൽഡ് വെസ്റ്റ്, ഇതിനൊക്കെ സിഗ്നിഫൈ ചെയ്യുന്നതായിരിക്കും ഈ ബ്ലൂ ഐഡ് ബോയ് എന്നുകൊണ്ടും നമുക്ക് അങ്ങനെയും പറയാം. പിന്നെ ഒരു പങ്ക്ച്വേഷൻ ലെസ് ഫ്രീ വേർഡ്സ് ഒക്കെ ആയിട്ടാണ് നമുക്ക് ഈ പോം നമുക്ക് പറയാം. പിന്നെ കോമ്പൗണ്ട് വേർഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് കാണാം. ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് 1 2 3 4 5 അതിനൊക്കെ ഒരുമിച്ചാണ് കൊണ്ടുവന്നിട്ടില്ലേ. വാട്ടർ സ്മൂത്ത് അത് ഒരുമിച്ചാണുള്ളത്. പീജൻസ് ലൈക്ക് ജസ്റ്റ് ലൈക്ക് ദാറ്റ്, അതിനൊന്നും സ്പേസ് ഒന്നും വിട്ടിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് റൈറ്റിംഗ്. പിന്നെ ഇപ്പം നമ്മൾ നേരത്തെ ഐയുടെ കാര്യം പറഞ്ഞു. ഹി ഡസ് നോട്ട് ക്യാപിറ്റലൈസ് ഐ ഇൻ ആൻഡ് the poem, it shows the ambivalent attitude of the poet towards the American ideology of the Wild West. ഈ ഒരു അമേരിക്കൻ വൈൽഡ് വെസ്റ്റ് ആണ് അമേരിക്ക എന്ന് പറയുന്ന നാഷണൽ ഒരു സുപ്രീമസി അല്ലെങ്കിൽ ഒരു ഫൗണ്ടേഷൻ ലെയ്ഡ് ചെയ്ത് കൊടുത്തെങ്കിൽ കൂടെയും അതിൻ്റെ ഒരു ഡിസ്ട്രക്ഷൻ അത് കാണിച്ചിട്ടുള്ള ഡിസ്ട്രക്ഷൻ, അത് ചെയ്തിട്ടുള്ള ഡിസ്ട്രക്ഷൻ ഓഫ് നേച്ചർ, ഓഫ് നേറ്റീവ് അമേരിക്കൻ കൾച്ചർ ആൻഡ് ഓൾസോ ഓഫ് ആഫ്രിക്കൻ അമേരിക്കൻ സ്ലേവ്സ്, ഇതിനൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ട് ഇതൊക്കെ ചെയ്തതിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ആ ഒരു ആംബിവലന്റ് ആറ്റിറ്റ്യൂഡ് ഓഫ് ദ പോയറ്റ് ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് എഗെയിൻസ്റ്റ് ഓൾ ദിസ്. ഓക്കെ, ആ ഒരു വൈൽഡ് വെസ്റ്റ് കൗബോയ് കൾച്ചറിൽ നിന്ന് ഇപ്പോൾ അതിൻ്റെ ഒന്നും എന്താ പറയുക ഒന്നും വേണ്ട, അത് കേടുവന്നൊരു സംഭവമായി മാറിപ്പോയി, അതൊന്നും വേണ്ട എന്നുള്ളൊരു കോൺസെപ്റ്റിലോട്ടാണ് എത്തുന്നത്. ആൻഡ് അന്നത്തെ ആ ഒരു വെസ്റ്റേൺ വൈൽഡ് ബോയ് എന്ന് പറയുന്ന കൗബോയ് വൈൽഡ് വെസ്റ്റ് കൗബോയ് എന്ന് പറയുന്ന ഒരു കൾച്ചറിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേരെങ്കിലും ഇന്നുള്ളവർക്ക് ആണ് ഈ ഒരു പോയം എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഒരുപാട് പേരുടെ മുന്നിലോട്ട് മരണം എത്തിച്ചിട്ടുണ്ടായിരുന്ന ഒരാൾ ഫൈനലി ഹാഡ് ടു സക്കം ടു ഇറ്റ്, ഡെത്തിലോട്ട് അവസാനം പോകേണ്ടി വന്നു. ആൻഡ് ആ ഒരു ഫണ്ടമെന്റലിസ്റ്റ് ആയിട്ടുള്ള ഐഡിയോളജീസ് ഒക്കെ ഇവൻച്വലി ഇറ്റ് വിൽ ബി വൈപ്ഡ് ഔട്ട് ബൈ ഹിസ്റ്ററി എന്ന് നമുക്ക് വരാൻ പറയാൻ പറ്റും. സെറ്റൈറിക്കലാണ്, ഒരു ഇറെലവൻറ്റ് ടോൺ ആണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, വിച്ച് ഇസ് എ കൈൻഡ് ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കൗബോയ് ലാംഗ്വേജ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ ടോപ്പിക്. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ് ആൻഡ് ഷെയർ ടു യുവർ ഫ്രണ്ട്സ്. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. Until then, stay safe everyone.